Hi everyone, this is me Casac Benjali, 10x Business Boom, Business Learning സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും നിരന്തരമായിട്ട് ഒരു ബിസിനസ് സെഗ്മെൻറ്റിലുള്ള ആളുകൾ നിരന്തരം അല്ലാത്തവരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് സാമ്പത്തിക മാന്ദ്യം, റിസിഷൻ, ക്യാഷ് ഫ്ലോ ക്രൈസിസ് തുടങ്ങിയ പലതും നമ്മളിങ്ങനെ വാർത്തകളിലൂടെ വായിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ബിസിനസ് സ്ഥാപനങ്ങളുടെയും യൂണിറ്റുകൾ പൂട്ടുന്നു, ജോലി നഷ്ടപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഓൺട്രപ്രനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളുണ്ട് മനസ്സിനകത്ത്. മുൻപുള്ളതിനേക്കാളും കൂടുതൽ ക്യാഷ് ഫ്ലോ ക്രൈസിസ് നന്നായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റിൽ പലപ്പോഴും ക്യാഷ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂസ് ഉണ്ട്. ഇതിനെ വലിയ ആശങ്കയോടുകൂടിയും ഭയഭീതിയോടുകൂടിയും കാണേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബൂം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് റിസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നതും ക്യാഷ് ഫ്ലോ ക്രൈസിസ് എന്ന് പറയുന്നതും. അത് പല കാരണങ്ങളും ഉണ്ടാവാം, പക്ഷേ അതൊരു എക്കോണമിയുടെ ഒരു സ്വാഭാവിക ക്രയവിക്രയങ്ങളിൽ സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു റിസിഷൻ ടൈമിൽ എങ്ങനെയാണ് നമുക്ക് സർവൈവ് ചെയ്യാം, എങ്ങനെ ഒരു ബിസിനസ്സിനെ വളരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു റിസിഷൻ പീരീഡിൽ എങ്ങനെ ബിസിനസ്സിനെ സക്സസ്ഫുള്ളായിട്ടും അപകടം പറ്റാതെയും എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസിഷൻ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഭീതിതമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഇൻ റിസിഷൻ പീരിയഡ് യു ഹാവ് ടു സീക്ക് യുവർ ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻമാരെ കുറിച്ച് അവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബില്യണിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ജീവിത ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമാകും. പല ബില്യണിയേഴ്സും ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ നന്നായിട്ട് ബിസിനസ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വലിയ സക്സസ് ഉണ്ടാക്കിയിരിക്കുന്നത് മാർക്കറ്റിൻ്റെ ബൂം പീരീഡിലല്ല, മറിച്ച് റിസിഷൻ പീരീഡിലാണ്. ക്രൈസിസിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്താണ് പലപ്പോഴും പല ബില്യണിയേഴ്സും വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയും അതിലൂടെ സക്സസ് ആകുകയും ചെയ്തിട്ടുള്ളത്. പലരുടെയും ബിസിനസ് തകർന്നിട്ടുണ്ട്, പല ബില്യണിയേഴ്സിൻ്റെയും ബില്യൺ കണക്കിന് ഡോളറുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു വിഭാഗം ബില്യണിയേഴ്സ് അവരുടെ ഏറ്റവും വലിയ അവസരമായിട്ട് കാണുന്നതും റിസിഷൻ പീരീഡാണ്. അപ്പോൾ റിസിഷൻ പീരീഡിനെ ഭയപ്പെടാതെ ഓരോ റിസിഷനിലും ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ റിസിഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ക്രൈസിസ്, ക്യാഷ് ഫ്ലോ ക്രൈസിസിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു പോസിറ്റീവ് സൈഡും കൂടെ നമുക്ക് നോക്കാം. കാരണം നമുക്ക് കിട്ടുന്ന വളരെ വില കൂടിയ റിസോഴ്സുകൾ പലതും വളരെ ചീപ്പ് എമൗണ്ടിൽ വളരെ വില കുറഞ്ഞ് ലഭിക്കുന്ന ഒരു അവസരമാണ്. പ്രത്യേകിച്ചും ഹ്യൂമൻ റിസോഴ്സ് അടക്കം നല്ല പൊട്ടൻഷ്യൽ ഹ്യൂമൻ റിസോഴ്സ് ആവട്ടെ, റോ മെറ്റീരിയൽസ് ആവട്ടെ, ഏത് മെറ്റീരിയൽസ് ആവട്ടെ വില കുറഞ്ഞുകൊണ്ട് ലഭിക്കുന്നൊരവസരമാണ്. അതിനെ നിങ്ങൾക്ക് എങ്ങനെ അതിനെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം കഴിയുന്നു എന്നുള്ളിടത്ത് വലിയ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല രീതിയിൽ വില കൂടുന്ന ഒരു കമോഡിറ്റിയാണ്. എന്നാൽ റിസിഷൻ പീരീഡിൽ അതിൻ്റെ വില വളരെ കുറഞ്ഞു വരുമ്പോൾ ഇതിനെ നല്ല രീതിയിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് അനലൈസ് ചെയ്യണം. പരാതിപ്പെട്ടുകൊണ്ട് അയ്യോ റിസിഷൻ എന്ന് പറഞ്ഞിരിക്കാതെ ഈ റിസിഷനിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ബിസിനസ്മാൻ്റെ, ഒരു യഥാർത്ഥ എൻ്റർപ്രനറുടെ സ്കില്ല് പുറത്തു വരുന്നത്. അത് ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതിനെ റിസിഷൻ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാറുമുണ്ട്. അതുകൊണ്ട് തന്നെ റിസിഷനിൽ അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നും കൂടി വിശ്വസിച്ചുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റി തിരയുക എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തത്, പലപ്പോഴും നല്ല തിരക്കുള്ള സമയത്ത് ബിസിനസ് നന്നായിട്ട് നടക്കുന്നു, ഭയങ്കരമായിട്ട് തിരക്കുള്ള സമയത്ത് ഒരിക്കലും തന്നെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, നമ്മളെന്ന് പറയുന്നൊരു ഓൺട്രപ്രനറുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പലതരത്തിലുള്ള അറിവുകൾ എക്സ്പാൻഡ് ചെയ്യാനൊന്നും പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല. പക്ഷേ
അതിനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഇത്തരത്തിലുള്ള റിസിഷൻ പീരീഡ് എന്ന് പറയുന്നത്. നമ്മളെന്ന് പറയുന്ന ഒരു എൻ്റർപ്രനറുടെ കഴിവ് വർദ്ധിപ്പിക്കാനും മാറി വരുന്ന മാർക്കറ്റ് ട്രെൻഡുകളെക്കുറിച്ച് പഠിക്കാൻ, നമ്മളുടെ ലീഡർഷിപ്പ് സ്കില്ല് വർദ്ധിപ്പിക്കാൻ, നമുക്ക് കൂടുതൽ ബിസിനസ് സ്ട്രാറ്റജികളെക്കുറിച്ച് കൂടുതൽ ഫലവത്തായിട്ടുള്ള ക്ലാസ്സുകൾ, ട്രെയിനിങ് പ്രോഗ്രാംസ്, പുസ്തകങ്ങൾ വായിക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് റിസിഷൻ പീരീഡ് എന്ന് പറയുന്നത്. റിസിഷനെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങളെന്ന് പറയുന്ന ഒരു എൻ്റർപ്രനറുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പീരീഡിലാണ്. അത്ര തിരക്കില്ലാത്ത ഈ സമയം നല്ല രീതിയിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും കൂടെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു ക്യാഷ് ഫ്ലോ ക്രൈസിസ് എന്ന് പറയുന്ന ഒരു സെർട്ടൺ പീരീഡ് കഴിഞ്ഞാൽ അതങ്ങ് പോകും. പക്ഷേ ആ സമയത്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിനെ ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്കില്ലും പൊട്ടൻഷ്യലും കപ്പാസിറ്റിയും നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബി ദ മാർക്കറ്റ് ലീഡർ. അതിന് പറ്റുന്നൊരു അവസരമായിട്ട് സ്കില്ല് വർദ്ധിപ്പിക്കുവാനും നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കാനും മാറി വരാൻ ഇനി വരുന്ന സമയത്ത് മാർക്കറ്റിന് എന്തായിരിക്കും ഡിമാൻഡ്, ഇതൊക്കെ മനസ്സിലാക്കി ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രോഡക്റ്റിനെ കുറിച്ചും ഇന്നോവേഷൻസിനെ കുറിച്ചുമൊക്കെ കൃത്യമായൊരു ഐഡിയ ഉണ്ടാക്കി ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ പീപ്പിൾ നീഡ് എന്തായിരിക്കും, ഹ്യൂമൻ നീഡ് എന്തായിരിക്കും, ഇതൊക്കെ മനസ്സിലാക്കാനും അസസ് ചെയ്യാനും പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഈ റിസിഷൻ അല്ലെങ്കിൽ ഈ തിരക്ക് കുറഞ്ഞ സമയമെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. മൂന്നാമത്തേതായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്താണ്, ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ അവസരം എന്താണ്? നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഫോഴ്സാണ്, നമ്മുടെ കൂടെയുള്ള ടീമാണ്. ഈ സമയത്ത് നിങ്ങളുടെ കൂടെയുള്ള ടീമിനെ നിങ്ങൾക്ക് നെർച്ചർ ചെയ്യാൻ കിട്ടുന്നൊരു അവസരമാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ആളുകളെ റീപ്ലേസ് ചെയ്തിട്ട് കുറഞ്ഞ ചിലവിൽ തന്നെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള വർക്ക് ഫോഴ്സിനെ കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ ക്വാളിറ്റി കുറഞ്ഞ ആളുകളെ നിങ്ങളുടെ ടീമിൽ നിന്ന് ഒഴിവാക്കാനും നല്ല ക്വാളിറ്റിയുള്ള ആളുകളെ ഹയർ ചെയ്തുകൊണ്ട് വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള വളരെ പൊട്ടൻഷ്യലുള്ളൊരു വർക്ക് ഫോഴ്സിനെ ടീമിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ തിരക്ക് കമ്പാരിറ്റീവ്ലി കുറയുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് നാളെ ഇത് ഓവർകം ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഫാസ്റ്റായിട്ടും ഏറ്റവും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പലതരത്തിലുള്ള സെയിൽസ് ആണെങ്കിലും സ്ട്രാറ്റജി ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എസ്പെഷ്യലി കസ്റ്റമർ ബിഹേവിയർ ആണെങ്കിലും കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നതിലാണെങ്കിലും ഇമോഷണൽ ട്രാജഡീസ് ഓവർകം ചെയ്യുന്നതിനാണെങ്കിലും വർക്ക് പ്രഷർ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാം, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എങ്ങനെ എടുക്കാമെന്നൊക്കെ നിങ്ങളുടെ വർക്ക് ഫോഴ്സിനെ പഠിപ്പിക്കാനും ട്രെയിൻ ചെയ്യാനും ഏറ്റവും നല്ല സൂപ്പർ ഫാസ്റ്റ് വർക്ക് ഫോഴ്സായിട്ട് ഡെവലപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു സമയമായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ യു ആർ ഗോയിങ് ടു ബി ദ സ്മാർട്ടസ്റ്റ് ബിസിനസ് മാൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാഷ് ഫ്ലോ ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റിൽ പ്രശ്നങ്ങളുള്ള സമയത്ത് എസ്പെഷ്യലി നമുക്ക് ഫ്ലഡും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാഷ് ഫ്ലോ ക്രൈസിസ് ഇവിടെ ഉണ്ട്, അതൊരു റിയാലിറ്റിയാണ്. ഈ ഒരു ക്രൈസിസിൻ്റെ സമയത്ത് അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ആളുകളുടെ ടേസ്റ്റ് മാറിയിരിക്കുന്നു. മുൻപത്തെ പോലെ എല്ലാവരും കൂടെ ഷോപ്പിങ്ങിന് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കുറേ സമയം കളയുന്നൊരു ഹാബിറ്റിൽ നിന്ന് മാറിയിട്ട് വൺ ടച്ചിലൂടെ ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നൊരു സമയമാണ്. പ്രത്യേകിച്ചും ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുവെങ്കിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഏരിയ ചേഞ്ചസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. 10-20 ലക്ഷം രൂപ ഇൻറ്റീരിയർ വർക്കിനൊക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടൊരു ഷോപ്പോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആളുകളുടെ ബയ്യിങ് കപ്പാസിറ്റീസും ബയ്യിങ് ഹാബിറ്റും വലിയ തോതിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. കാരണം ആളുകൾക്ക് ഡോർ സ്റ്റെപ്പിലേക്ക് കാര്യങ്ങൾ കിട്ടുന്നു, ഒരു വൺ ടച്ചിലൂടെ ഡോർ സ്റ്റെപ്പിലേക്ക് കാര്യങ്ങൾ കിട്ടുന്നു. ഒരു കസ്റ്റമർ സർവീസിലുള്ള ഒരാളെ കൊണ്ട് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി 100 കണക്കിന് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ അവർക്ക് ഓപ്ഷനുണ്ട്. ഈവൻ അപ്പേറൽസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫുഡ് വെയർസ് ആണെങ്കിലും ഒക്കെ ഈവൻ ഫുഡ് ഐറ്റംസ് പോലും അവർക്ക് ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് ചൂസ് ചെയ്യാനും അവർക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാനും ഒക്കെ കസ്റ്റമറുടെ മുഖം കാണാതെ അല്ലെങ്കിൽ അയാളുടെ ഇറിറ്റേഷണൽ ഫേസ് കാണാതെ തന്നെ ഇതെല്ലാം ചെയ്യുന്നൊരു ഓപ്ഷനിൽ ആളുകൾ പലതരത്തിലുള്ള ചേഞ്ചസ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ട് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആണെങ്കിലും ശരി, മറ്റ് ബിസിനസ്സിനാണെങ്കിലും ശരി, പുതിയൊരു എക്സ്പാൻഷൻ ആണെങ്കിലും ശരി, വളരെ
പഠിച്ചതിന് ശേഷം നന്നായിട്ട് വിജിലൻ്റായിട്ട് വേണം ചെയ്യാനെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാർക്കറ്റിൽ നിങ്ങൾ ഫണ്ട് ഇറക്കുന്നതിന് മുൻപ്, ഈവൻ മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ് ശരി, വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇട്ടിട്ട് ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്തേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല. ഒരിക്കലും തന്നെ അത്രയും വലിയൊരു ക്യാഷ് റിട്ടേൺ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈവൻ എക്സ്പാൻഷൻ സ്ട്രാറ്റജി ആണെങ്കിലും ശരി, മാർക്കറ്റ്, ബൈയിങ് കപ്പാസിറ്റി, ബൈയിങ് ഹാബിറ്റ്, ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ആളുകൾ എത്രമാത്രം പുതിയ രീതിയിലേക്ക് വരുന്നുണ്ടെന്ന് നോക്കുക. അതല്ല എങ്കിൽ പുതിയ അപ്ഡേഷനിലേക്ക് നിങ്ങൾ മാറുന്നതിനുള്ള ഏറ്റവും നല്ല സമയമായിട്ട് ഇതിന് ഉപയോഗിക്കണം. പലപ്പോഴും തിരക്ക് കാരണത്താൽ ഡിജിറ്റലായിട്ടോ ഓൺലൈനിലേക്കോ മാറുന്നതിന് വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിലേക്കോ നമുക്ക് ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട്, പക്ഷേ അതിനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആക്കാനും അതല്ലെങ്കിൽ അതിനെ ഒരു ഡെലിവറി സപ്പോർട്ടിംഗ് ടീമിനെ അസൈൻ ചെയ്തുകൊണ്ട് ഒരു ഓൺലൈൻ രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇത് അതിനൊരു നിങ്ങളുടെ എക്സ്പാൻഷന്, നിങ്ങളുടെ സ്മാർട്ടായിട്ടുള്ള ബിസിനസ് എക്സ്പാൻഷന് പറ്റുന്ന ഏറ്റവും നല്ല സമയമായിട്ട് യൂസ് ചെയ്യുക. ഒരിക്കലും തന്നെ ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് മാർക്കറ്റിങ്ങിനോ എക്സ്പാൻഷനോ വേണ്ടിയിട്ട് ഇറക്കേണ്ട സമയമല്ല. അങ്ങനെ ഇറക്കുന്നതിന് മുമ്പ് വളരെ വിജിലൻ്റ് ആകുകയും അത്യാവശ്യത്തിന് മാത്രം ഫണ്ട് ഇറക്കുകയും ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നും കൂടിയാണ് ഈ ഒരു പോയിന്റ്. 5ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് യുവർ പേയ്മെൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് പലതരത്തിലുള്ള സപ്ലൈസ് ഉണ്ടാവും. നമ്മുടെ സപ്ലൈ സർവീസ് പാർട്ട്നേഴ്സും അതുപോലെ തന്നെ സപ്ലയേഴ്സും എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു അസറ്റ് തന്നെയാണ്. നല്ല സപ്ലയേഴ്സ്, നല്ല സർവീസ് പാർട്ട്നേഴ്സ്, കോമ്പിറ്റൻ്റ് ആയിട്ട് സർവീസ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിൻ്റെയും വളരെ വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണത് സക്സസ്ഫുൾ ആകുന്നതിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്ലയേഴ്സിൻ്റെ പേയ്മെൻറ്റ് ഡിലേ ആക്കാതെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഈ ഒരു ക്യാഷ് ഫ്ലോ ക്രൈസിസിൻ്റെ സമയത്തും നിങ്ങൾക്ക് സപ്ലയേഴ്സ് പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ മിനിമം പേയ്മെൻറ്റ് റിക്വയർമെൻറ്റ് സെർട്ടൈൻ പീരീഡിൽ, ചെക്ക് പീരീഡിന് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഡ്യൂറേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരും നോക്കുന്നത് ക്യാഷ് ഫ്ലോ തന്നെയാണ്. അപ്പം ക്യാഷ് തരുന്ന കസ്റ്റമർ ആരാണോ, ക്യാഷ് തരുന്ന സർവീസ് പാർട്ട്ണർ അല്ലെങ്കിൽ കസ്റ്റമർ ആരാണോ അവർക്ക് ഈവൻ നല്ല മാർജിനിൽ പ്രൊഡക്റ്റ് കൊടുക്കാനും ഏതൊരു സപ്ലയറും തയ്യാറാകും. അതിന് പറ്റുന്ന ഏറ്റവും നല്ല സമയമാണിത്. കാരണം നല്ല മാർജിനിൽ നിങ്ങൾ മുടങ്ങാതെ സപ്ലയറുടെ പേയ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് മാർക്കറ്റിലുള്ളതിനേക്കാളും നല്ല മാർജിനിൽ, നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ടിൽ സപ്ലയറുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഡെഡ് സ്റ്റോക്ക് ആയിട്ട് അവരെ വെയർ ഹൗസിൽ കിടക്കുന്നതിനേക്കാളും നല്ലത് ഈവൻ മാർജിനിൽ നല്ലൊരു കട്ട് ഓഫ് നടത്തി കഴിഞ്ഞാലും ക്യാഷ് കിട്ടുമെന്ന് ഉറപ്പുള്ള കസ്റ്റമേഴ്സിന് മൂവ് ചെയ്തുകൊണ്ട് ആ ഒരു വർക്ക് ഫ്ലോ, ബിസിനസ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബുദ്ധിയുള്ള സപ്ലൈസ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ സപ്ലയറുടെ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിലുള്ളതിനേക്കാളും കൂടുതൽ നല്ലൊരു മാർജിനൽ പ്രൈസിന് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും, അതുകൊണ്ട് തന്നെ ജിയോ ഒക്കെ നടത്തുന്ന പോലെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഈ ഒരു ക്രൈസിസ് പീരീഡിൽ പോലും നിങ്ങൾക്ക് എടുക്കാനും സാധിക്കും. സപ്ലയേഴ്സിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ പേയ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീക്രട്ട് അല്ലെങ്കിൽ ബിസിനസ് ഐഡിയയാണ് ഈ ക്രൈസിസ് പീരീഡിൽ സപ്ലൈസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. 7ാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഒരിക്കലും തന്നെ മാർജിനിലേക്കോ പ്രോഫിറ്റിലേക്കോ നിങ്ങൾ നോക്കരുത്. നമുക്കിപ്പോൾ വേണ്ടത് ബിസിനസ് ഫ്ലോയാണ്, ക്യാഷ് ഫ്ലോയാണ്. നമ്മൾ എത്രമാത്രം നന്നായിട്ട് ഏറ്റവും കുറഞ്ഞ മാർജിനിലേക്ക് നമുക്ക് നമ്മുടെ റോ മെറ്റീരിയലും മറ്റും കളക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ കളക്ട് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ മാർജിൻ കട്ട് ചെയ്തുകൊണ്ടാണെങ്കിലും ശരി ക്യാഷ് ഫ്ലോ ഉറപ്പ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ബിസിനസ്സാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് അല്ല. ആ ഒരു പ്രോഫിറ്റ് നിങ്ങളിപ്പം മെയിൻറ്റെയിൻ ചെയ്യാതെ അല്ലെങ്കിൽ പ്രോഫിറ്റിനെ കുറിച്ച് കൺസേൺ ആവാതെ ബിസിനസ് കൺസേൺ ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ഒന്ന് ബൂമാകുന്ന സമയമാകുമ്പോഴേക്കും വലിയ തോതിലുള്ള കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കാനും കസ്റ്റമർ ബേസ് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ ഒരു ക്രൈസിസിലൂടെ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ക്രൈസിസിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഒരിക്കലും ഹോപ്പ് നഷ്ടപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ ഭയങ്കര ബേജാറാവണ്ട, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആത്മഹത്യ ടെൻഡൻസി. കാരണം ബിസിനസ്സുകാരൻ്റെ എപ്പോഴും ഒരു ഷാഡോയാണ് സൂയിസൈഡ് ടെൻഡൻസി എന്ന് പറയുന്നത്. ചെറിയൊരു ക്യാഷ് ഫ്ലോ ഡിലേ വരുമ്പോഴേക്കും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 1-2 ബാങ്ക് റിജക്റ്റ് ചെയ്യുമ്പോഴേക്കും വലിയ ഓൺട്രപ്രണർഷിപ്പ് കിങ്ഡം പോലും വിട്ടെറിഞ്ഞിട്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നൊരു സിറ്റുവേഷൻ പല ബിസിനസ്സുകാർക്കും അയാളുടെ ഷാഡോ പോലെ പിന്തുടരുന്നുണ്ട്. ഒരിക്കലും തന്നെ ഒരു ക്രൈസിസ് വരുന്നുവെങ്കിലും ശരി നിങ്ങൾ ഹോപ്പ് നഷ്ടപ്പെടുത്തരുത്. ബിസിനസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ബൂമും അതുപോലെ തന്നെ റെസിഷനും ഒക്കെ ഇതിൻ്റെ ഒരു സ്വഭാവമാണ്. എല്ലാ എക്കോണമിയിലും ഇത് ഓരോ കൃത്യമായ ഇടവേളകളിലും ഇത് ഉണ്ടാവാറുണ്ട്.
അതിൽ പല കാരണങ്ങൾ കൊണ്ടത് സംഭവിക്കാം. പക്ഷേ നിങ്ങളൊരിക്കലും ഹോപ്പ് നഷ്ടപ്പെടുത്തും. ഇത് കുറച്ച് കഴിഞ്ഞ് ഓവർകം ചെയ്യും. ക്യാഷ് ഫ്ലോ, മനുഷ്യന്മാരുടെ നീഡും കാര്യങ്ങളും അതിനൊക്കെ മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഒരു ബൂമിങ്ങിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇതിലൊരിക്കലും തന്നെ നിങ്ങൾ ബേജാറാവരുത്. നിങ്ങളെപ്പോഴും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി സൈഡിലേക്ക് മാത്രം നോക്കുക. ഏതൊക്കെ എവിടെയൊക്കെ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അനലൈസ് ചെയ്യുക. ആ അനാലിസിസിലൂടെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ കസ്റ്റമേഴ്സ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു സാധ്യത ഈ ഒരു ക്രൈസിസിൽ പോലും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരിക്കലും തന്നെ മിസ്റ്റേക്ക് പറ്റാതെ ശ്രദ്ധിക്കണം. കാരണം ഒരു ക്രൈസിസ്, ഒരു ക്യാഷ് ഫ്ലോ ക്രൈസിസ് അല്ലെങ്കിൽ ഒരു റിസിഷൻ പീരീഡിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അതൊരു ബൂമിങ് അല്ലെങ്കിൽ മാർക്കറ്റ് സ്മൂത്ത് റണ്ണിങ് സമയത്ത് ചെയ്യുന്ന വലിയ മിസ്റ്റേക്കിനേക്കാളും ആഘാതമുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ പരമാവധി മിസ്റ്റേക്കുകൾ വരുന്നത് ഒഴിവാക്കുക. നല്ല ഹോപ്പോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ അവസരത്തിന് വേണ്ടിയിട്ട്. ഈ ക്രൈസിസിലും ഈ റിസിഷനിലും നന്നായിട്ട് ഹോപ്പ്ഫുള്ളായിട്ട് തന്നെ ബിസിനസ്സിനെ നോക്കി കാണുക. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഡിപ്രസ്ഡ് ആവരുത്. കാരണം നിങ്ങളൊരു ബിസിനസ് ഓൺട്രപ്രനർ ആണെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറേ ആളുകളുണ്ട്. നിങ്ങളുടെ ഫാമിലി മാത്രമല്ല, ഒരു വലിയൊരു വർക്ക് ഫോഴ്സ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുണ്ട്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ശരി, ഡിപ്രസ്ഡ് ആകരുത്. ഏത് സിറ്റുവേഷനിലാണെങ്കിലും ശരി, റിലാക്സ്ഡ് ആകാനും ഹാപ്പി ആകാനുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സമയം ഉണ്ടാക്കണം. ഇതെല്ലാം കടന്നു പോകും, ഇതും കഴിഞ്ഞു പോകും. എത്രമാത്രം വലിയ പ്രോബ്ലത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇന്ന് നേരം വെളുക്കുന്നത് പോലെ തന്നെ നാളെയും നേരം വെളുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതെല്ലാം ഓവർകം ചെയ്യുകയും ചെയ്യും. അമിതമായി ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡിനെ തകർക്കരുത്. അമിതമായി ബേജാറായിക്കൊണ്ട് നിങ്ങൾ റിലാക്സ്ഡ് ആവാതിരിക്കരുത്. എപ്പോഴും ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഹോപ്പ്ഫുള്ളിനെ കുറിച്ചും ഇത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന പോസിബിലിറ്റിയെക്കുറിച്ചും ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും ഇപ്പോൾ നിങ്ങൾ നടത്തിയിരിക്കുന്ന സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, നാളെ നിങ്ങൾക്ക് തരാൻ പോകുന്ന റിവാർഡ്സിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവായിരിക്കും, ഹോപ്പ്ഫുള്ളായിട്ട് മാത്രം ഇരിക്കുക. ടെൻഷൻ അടിക്കരുത്, ഡിപ്രസ്ഡ് ആകരുത്. ഫുൾ ടൈം ബിസിനസ്സിൽ വല്ലാതെ ഇൻവോൾവ് ആകുന്നതിന് പകരം ഇത്തരം സമയത്ത് നിങ്ങൾ വല്ലാതെ ഡിപ്രസ്ഡ് ആവുന്നെങ്കിൽ കുറച്ചൊക്കെ ഫാമിലിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനും ട്രാവൽ ചെയ്യാനും അവരുമായിട്ട് യാത്ര പോകാനും അതല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള റിട്രീറ്റ് പ്രോഗ്രാമുകളിലേക്കും നിങ്ങളുടെ സ്ട്രെങ്തൻ ചെയ്യുന്ന നിങ്ങളുടെ സ്പിരിച്വൽ എബിലിറ്റി കൂട്ടുന്ന സെൽഫ് മാസ്റ്ററി പോലുള്ള പ്രോഗ്രാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ ഇന്നർ എബിലിറ്റി കൂട്ടുക, റിലാക്സ്ഡ് ആകുക, മൈൻഡിനെ ഹാപ്പി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു റിസഷനെ നമുക്ക് നേരിടാം. ഇതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ ഭയപ്പെടേണ്ടതില്ല, ഒളിച്ചോടേണ്ടതില്ല, നേരിടുക, സമാധാനപൂർവ്വം നേരിടുക. ഇത്തരത്തിലുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ട്രെയിനിങ്ങുകൾ, അതുപോലെ തന്നെ പേഴ്സണൽ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ, സ്പിരിച്വലായിട്ട് നിങ്ങളുടെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസുകൾ, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ സഹായിക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകളെല്ലാം നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും, GCC രാജ്യങ്ങളിലെ എല്ലാ നഗരങ്ങളിലും നിരന്തരമായി നമ്മുടെ പ്രോഗ്രാംസുകളെല്ലാം നടക്കാറുണ്ട്. പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്, സെൽഫ് മാസ്റ്ററി പോലുള്ള പേഴ്സണൽ സക്സസ് ട്രെയിനിങ്, ബിസിനസ് ട്രെയിനിങ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്റ്റാഫിനെ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള സ്റ്റാഫായിട്ട് ഡെവലപ്പ് ചെയ്യണം, നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കണം ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദിസ് നമ്പർ. താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാം. ഈ വരുന്ന സെപ്റ്റംബറിൽ കൊല്ലം, മലപ്പുറം, കോഴിക്കോട് നടക്കുന്ന ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമായ സെൽഫ് മാസ്റ്ററിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്. നിങ്ങളെ എത്ര വലിയ സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിലും ശരി, അതെല്ലാം മാറ്റി ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലൊക്കെ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സ്കില്ലാണ് പ്രസംഗിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. പ്രസംഗിക്കാനുള്ള കഴിവൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്. ഇതെല്ലാം കൊല്ലത്തും മലപ്പുറത്തും കോഴിക്കോടൊക്കെ നടക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും അടുത്ത സർക്കിളിൽ ഷെയർ ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. ഒരിക്കൽ കൂടി ഞാൻ കസാക് ബെഞ്ചാലി.